അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അൽത്താരേ അനുതാപമോടെ അണിചേർന്നിട അൽത്താരേ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാളിലാണ് നമുക്ക് എല്ലാവർക്കും കുഞ്ഞുനാൾ മുതൽ വെന്തീഞ്ഞ ലഭിക്കുന്നത്. ഈ വെന്തീഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ ഇത് ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വെന്തീഞ്ഞ നൽകുന്ന വലിയൊരു പ്രത്യക്ഷീകരണം നമ്മൾ ആ കർമ്മല മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അച്ഛനായ അല്ലെങ്കിൽ കർമ്മലിത്ത വൈദികനായ ഈ സൈമൺ സ്റ്റോക്ക് എന്ന അച്ഛനാണ് പിന്നീട് വിശുദ്ധനായി മാറി. ആ വൈദികനാണ് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും വെന്തിഞ്ഞ് നൽകുന്നതും. അത് ധരിക്കാതെയാണ് എന്നെ ജീവിക്കുന്നതെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ധരിച്ചിട്ടാണെങ്കിൽ ശനിയാഴ്ച എണ്ണമാണ്, ശനിയാഴ്ച ഉള്ള ദിവസമാണെങ്കിൽ അതേ ദിവസം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ അത് അടുത്തു വരുന്ന ശനിയാഴ്ചകളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള വലിയൊരു അരുളപ്പാട് അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വലിയ തിരുനാൾ ഇന്ന് കൊണ്ടാടുമ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് ലോകം മുഴുവനും ഒക്കെ ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്ന കർമ്മലീത്ത സഭയെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കണം, പ്രാർത്ഥിക്കണം. അവിടെ ജനറൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു കർമ്മലീത്ത വൈദികനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഭയിലുള്ള എല്ലാ വൈദികർക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഭയിലെ ജനറൽ അച്ഛനും അതുപോലെ പ്രൊവിൻഷ്യൽ അച്ഛനും അതുപോലെ സഭയെ നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സുവിശേഷമായിട്ട് പുരാതന സഭയാണ് കർമ്മലീത്ത സഭ. ആ സഭയുടെ എലിയായുടെ ചൈതന്യം ഉൾക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ശക്തി സംരക്ഷണം ഒക്കെ ഉൾക്കൊണ്ട് ഒക്കെ അത് അനേകം മക്കൾക്കായിട്ട് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സഭയെ കൂടുതൽ വളർത്തുവാനും കൂടുതൽ അതിൻ്റെ കൂടെ ഈശോയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ സംരക്ഷണത്തിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് കൊടുക്കാം. നമ്മുടെ വസ്ത്രത്തിന് കീഴിൽ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം. നമുക്കെല്ലാവർക്കും ഇന്ന് പ്രത്യേകമായിട്ട് ബന്ധിഞ്ഞ വാങ്ങി ധരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്.
നമ്മളുടെ ഏറ്റവും വലിയ ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാൽ ധരിച്ചു കൊണ്ടുള്ള ഒരു യാത്രയും ജീവിതമായിരിക്കണം നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത് എവിടെ നിന്നാണെങ്കിലും അത് വാങ്ങിച്ച് അച്ഛനിൽ നിന്ന് ആശീർവദിച്ച് അത് ധരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളിത് മുഴുവനായിട്ട് കൊടുത്തുകൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും കർത്താവിൻ്റെ കൃപയിലായിരിക്കുവാനും സംരക്ഷണത്തിലായിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റിച്ചെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നത് നാല് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തന്നെ പരിസ്തോറിയത്തോടും എല്ലാ മലാഹമാനവിസരോടും സഹോദരി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ പറയുന്നു, യേശു ക്രിസ്തുവേ, ജാതനായ പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ആയിക്കൊള്ളണമേ. പിതാവിനെ ഉള്ളതിരിക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, മാത്രം കർത്താവ്, മാത്രം അത്യുന്നതൻ, യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മഹത്വീകൃതയായ കന്യാമരത്തിന് ധന്യമായ മാധ്യസ്ഥ ഞങ്ങളുടെ സഹായത്തിനെത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ അമ്മയുടെ സംരക്ഷണ ശക്തി ആർജിച്ച് ക്രിസ്തുവാകുന്ന മലയിൽ എത്തിച്ചേരാൻ ഞങ്ങൾ അയോഗ്യരാകുമാറാകട്ടെ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. യൂദ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോദാവിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രയേൽ രാജാവും റമാലിയായുടെ പുത്രനായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനത്തിന്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യായോട് അരുളിച്ചെയ്തു, നീ പുത്രനായ ഷേയാർ യാശുബും ഒത്തു ചെന്ന് അലക്കുകാരന്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിന്റെ അറ്റത്തുവെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീന്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയക്കരുത്. നമുക്ക് യൂദായ്ക്കെതിരായി ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായിമും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്ന ഭിന്നമാക്കപ്പെടും. മേലിൽ അതൊരു ജനതയായിരിക്കുകയില്ല. എഫ്രായിമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. കർത്താവ് ഉന്നതനാണ്. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനുമാണ്. ഉയർന്ന മനോഹരമായ അവിടത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവന്റെയും സന്തോഷമാണ്. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിന്റെ നഗരമാണ്. അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു, അവർ ഒത്തൊരുമിച്ച് മുന്നേറി. സിയോനെ കണ്ട് അവർ അമ്പരന്നു. പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു. ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു.
കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീഷ് കപ്പലുകളെ പോലെ അവർ തകരുന്നു. ദൈവം ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. അലലൂയ, അലലൂയ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീഡോളിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീഡോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതിന്ന് നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോതോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. പൂജാവേദി നാദാ ഒരു കാണിക്കയാനീക മമ മനവും കൂടി കിനാവും കരളുരുകും എൻ വേദനയും ഈ പൂജാവേദി നാദാ കരളുരുകും പൂജാവേദി നാദാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും പേരെ സർവ്വശക്തന്റെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസം മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്തെ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും യോഗ്യവും രക്ഷാകരമാണല്ലോ. നിത്യകനിയായ പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലത്തിൽ അങ്ങേ ജാതനായ ഏകപുത്രൻ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വം നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവാ നിത്യപ്രകാശ ലോകത്ത് നൽകുകയും ചെയ്തു. അവിടുത്തെ വഴി വിദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്ന അതീശം ആരാധിക്കുന്ന ആധികാര്യം ഭക്തപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളിലെ സാത്വികന്മാരും ധന്യരായ ഭക്തിജലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങൾ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അളിച്ചത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രഥത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കും. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം, സമാധാനങ്ങൾ ഓർക്കാം, സന്തോഷങ്ങൾ ഓർക്കാം. ദൈവം നമ്മളെ രക്ഷിച്ച അപകടങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറയുക. കർത്താവാണ് നമ്മൾ നടത്തുന്നതെല്ലാം, കർത്താവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. നന്ദി പറയുക ഈശോയ്ക്ക്. അതുപോലെ വിഷമിക്കുന്ന എല്ലാവരെയും നമുക്ക് ബലിപീഠത്തിൽ സമർപ്പിക്കാം. രോഗികളും അതുപോലെ പ്രത്യേകിച്ച് ക്യാൻസർ മൂലവും അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ രോഗം മൂലവും അതുപോലെ തന്നെ ലിവർ സംബന്ധമായ രോഗം മൂലവും കിഡ്നി സംബന്ധമായ രോഗം മൂലവും നടുവ് സംബന്ധമായ രോഗം മൂലവും ഒക്കെ വിഷമിക്കുന്ന എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. യൂട്യൂബിലൂടെ നമുക്ക് ഈ കുർബാന നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സിനെയും ക്ലിൻ്റെയും ക്രിസ്റ്റിയെയും അതുപോലെ അൽത്താരെ ശുശ്രൂഷ ചെയ്യുന്ന അലൻമോനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ, കൂടുതൽ കൂടുതൽ കൃപയോടുകൂടെ നടത്തുവാൻ, സമൃദ്ധിയോടുകൂടെ അവരെ നടത്തുവാൻ ഈശോയെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഒരുമിച്ച് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങേ കർത്താവിയുടെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന ക്രിസ്തുവിനെ ശരീരത്തിലെത്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം അങ്ങ് വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ മെത്രാന്മാരോടും വൈദികണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നതിന് ദൈവമാതാവ് സനിയാമരത്തുള്ള കനിയുടെ ഭർത്താവായ ഭാഗ്യയുടെ പിതാവിലുള്ള അനുഗ്രഹീതരായ പുസ്തകമാണ് കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിസ്തരോടുമൊത്ത് വിശുദ്ധ മത്രേസ്യയുടെ മൊത്ത് വിശുദ്ധ പത്താമീശ്വരുടെ മൊത്ത് നിത്യജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ അങ്ങ് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായ നിരോധസ്വരൂപൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിന് ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയുടെ അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാവശ്യം ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാരിൽ വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളല്ല പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രമനുസരണം സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രം സ്വീകരിക്കും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന്റെ സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരവും ദുരിതത്വവും ഇന്നത്തെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ.
ആമേൻ. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അവിടുത്തെ നാമം പരിശുദ്ധമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിസരത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ പിതാവേ സെബസ്ത്യാനോസേ സുഗോത്രേസ്യായേ സകല വിശുദ്ധരെ സകല മലാഖമാരെ അപേക്ഷിക്കണമേ. അലിയുന്ന മനസ്സിൻ്റെ അനുഗ്രഹമാണമ്മ, അലിവോടെ മക്കൾ കഭയം തരണേ. അലിയുന്ന മനസ്സിൻ്റെ അനുഗ്രഹമാണമ്മ, അലിവോടെ മക്കൾ കഭയം തരണേ. അമ്മതൻ കൈകളിൽ പുഞ്ചിരി തൂകുന്ന, അമ്മതൻ കൈകളിൽ പുഞ്ചിരി തൂകുന്ന അരുമസുതനോടു പ്രാർത്ഥിക്കണേ, അരുമസുതനോടു പ്രാർത്ഥിക്കണേ. കർമ്മലമാതാവേ പ്രാർത്ഥിച്ചിടണേ, ഞങ്ങൾക്കായി തിരുസുതനോടെന്നും. കർമ്മലമാതാവേ പ്രാർത്ഥിച്ചിടണേ, ഞങ്ങൾക്കായി തിരുസുതനോടെന്നും.